നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനത്തിനിടെ നിർണായകമായ ചില സംഭവങ്ങൾ. അതായത്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെട്ടിത്തുറന്ന് ചില കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. നിരപരാധികളായ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നത് ഹൃദയഭേദകവും വേദനാജനകവുമാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. യുദ്ധമായാലും സംഘർഷമായാലും ഭീകരാക്രമണമായാലും ജീവൻ നഷ്ടപ്പെടുന്നത് മാനവികതയിൽ വിശ്വസിക്കുന്നവരെ വേദനിപ്പിക്കുന്നുവെന്നും നരേന്ദ്രമോദി പുടിനോട് പറഞ്ഞു. നിഷ്കളങ്കരായ കുട്ടികൾ കൊല്ലപ്പെടുന്നത് വേദനാജനകമാണ്. കിയവിലെ കുട്ടികളുടെ പ്രധാനപ്പെട്ട ആശുപത്രി റഷ്യ ആക്രമിച്ചതായി തിങ്കളാഴ്ച യുക്രൈൻ ആരോപിച്ചിരുന്നു. രാജ്യത്തെ മറ്റു നഗരങ്ങളിലും റഷ്യ വ്യാപകമായ ആക്രമണം നടത്തിയെന്നും 41 പൗരന്മാർ കൊല്ലപ്പെട്ടെന്നും യുക്രൈൻ ആരോപിച്ചിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പ്രസ്താവന, ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. എന്നാൽ സാധാരണക്കാരെ കൊലപ്പെടുത്തിയെന്ന ആരോപണം റഷ്യ നിഷേധിച്ചിരുന്നു. ഒരു സുഹൃത്ത് എന്ന നിലയിൽ സമാധാനമാണ് പരമപ്രധാനമെന്ന് എപ്പോഴും പുടിനെ ഓർമ്മിപ്പിക്കാറുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ബോംബുകൾക്കും തോക്കുകൾക്കും ഇടയിൽ സമാധാനം ഉണ്ടാകില്ല. ചർച്ചകളിലൂടെ മാത്രമേ സമാധാനം പുനഃസ്ഥാപിക്കാനാവൂ എന്ന് മോദി പറഞ്ഞിരുന്നു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ എല്ലാവിധത്തിലും സഹകരിക്കാൻ ഇന്ത്യ തയ്യാറാണെന്നും അദ്ദേഹം പുടിനെ അറിയിച്ചു. എന്നാലും യുക്രൈൻ റഷ്യ യുദ്ധത്തിലാണ് സമാധാനത്തിന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. യുദ്ധമല്ല, സമാധാനമാണ് പരിഹാരമെന്ന് പുടിനുമായുള്ള ചർച്ചയിൽ മോദി വ്യക്തമാക്കി. ഇന്ത്യ സമാധാനത്തിന്റെ പക്ഷത്താണ്. നേരത്തെ മോദിയെ വിമർശിച്ച് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി രംഗത്തെത്തിയതും ശ്രദ്ധേയമാണ്. അതേസമയം റഷ്യയിലെത്തിയ നരേന്ദ്രമോദിക്ക് പുടിനൊരുക്കിയ വൻ സർപ്രൈസ്, അതായത് ഏറ്റവും ഉയർന്ന ദേശീയ ബഹുമതി നൽകി ആദരിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. റഷ്യയിലെ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ദ അപ്പോസ്റ്റൽ ബഹുമതിയാണ് മോദിക്ക് സമ്മാനിച്ചത്. ഇത് ഇന്ത്യക്കാകെയുള്ള അംഗീകാരമെന്ന് നരേന്ദ്രമോദി ബഹുമതി ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രതികരിച്ചു. പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇന്ത്യ റഷ്യ ബന്ധം ശക്തമാക്കാനുള്ള നിർണായക തീരുമാനങ്ങൾ സ്വീകരിച്ചതായി പ്രധാനമന്ത്രി അറിയിച്ചു. ദി ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ബഹുമതി കിട്ടി. അവാർഡ് നൽകിയതിന് റഷ്യൻ സർക്കാരിന് ഞാൻ നന്ദി പറയുന്നു. ഈ അവാർഡ് എന്റെ 140 കോടി ഇന്ത്യക്കാർക്ക് സമർപ്പിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചത്. സംഘർഷം അവസാനിപ്പിക്കാനുള്ള വഴികളും പുതിയ ആശയങ്ങളും ഉയർന്നു വന്നത് പ്രതീക്ഷ നൽകുന്നുവെന്നും മോദി പറഞ്ഞു. റഷ്യൻ സേനയിലേക്ക് സഹായികളായി റിക്രൂട്ട് ചെയ്ത 40ഓളം ഇന്ത്യക്കാർ അവരെ തിരികെ എത്തിക്കണമെന്ന മോദിയുടെ ആവശ്യം പുടിൻ അംഗീകരിക്കുകയുണ്ടായി. 2 ദിവസത്തെ സന്ദർശനത്തിലൂടെ പ്രധാനമന്ത്രി മോദി നൽകിയത് ഇന്ത്യ റഷ്യ ബന്ധം ദൃഢമാക്കുക, യുക്രൈൻ സംഘർഷവും കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല എന്ന ഒരു സന്ദേശമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.